എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പനങ്ങാടുള്ള സപ്ലൈകോൻ്റെ അരിയും ഗോതമ്പൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ഗോഡൗണിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വരണം. അപ്പോൾ കുണ്ടന്നൂർ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പോണത്. നമ്മപ്പോൾ അതേ കുണ്ടന്നൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്താണ് നമുക്ക് നേരെ ഹൈവേ വഴി പോകേണ്ടത്. ഇതിപ്പോൾ ഉച്ച സമയം കൊണ്ട് നല്ല തിരക്ക് കുറവാണ്. ഇവിടെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഐഡൻറ്റിറ്റി ട്വിൻ ടവേഴ്സ്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമുക്ക് കാണാം ക്രൗൺ പ്ലാസ ഹോട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഹൈവേയിലേക്കാണ് കയറാൻ പോണത്. ഇപ്പോൾ തന്നെ നെട്ടൂരെത്തിയേട്ടാ. അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഒരു വലിയ മസ്ജിദ് കാണാം. ടൊയോട്ട കാർ ഷോറൂം ആണ് കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ കാറുകളൊക്കെ നിർത്തിയിട്ടേക്കണ കാണാം. പിന്നെ അവിടെ ആ കാണുന്നതാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അപ്പോൾ അതേ ഗോഡൗണിലേക്ക് എത്താനായിട്ട് ഇനി കുറച്ച് ദൂരം കൂടിയുള്ളു. അങ്ങനെ പനങ്ങാടാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കണത് പനങ്ങാടുള്ള സപ്ലൈകോ ഗോഡൗണിലേക്കാണ്. കർഷകരുടെ അടുത്ത് നിന്ന് മിനിമം സപ്പോർട്ട് പ്രൈസിൽ നെല്ല് ശേഖരിക്കാൻ വേണ്ടിയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓതറൈസ്ഡ് ഏജൻസിയാണ് സപ്ലൈകോ. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നേക്കണം. ഇതാണ് ഗോഡൗൺ. നമുക്കപ്പോൾ ഉള്ളിലേക്ക് പോകാം. ഇവിടെ വന്ന അരികൾക്ക് ഇതേപോലെ ഒരു മഞ്ഞ ടാഗ് കാണാൻ പറ്റും. ഈ ടാഗിൽ FCMR എന്ന് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. F എന്ന് പറഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും CMR എന്ന് പറഞ്ഞാൽ കസ്റ്റം മിൽഡ് റൈസ് എന്നുമാണ്. ഇതേപോലെ സ്റ്റേറ്റ് ഏജൻസികൾ ശേഖരിക്കണ നെല്ല് സെപ്പറേറ്റ് പ്രൈവറ്റ് മില്ലിൽ കൊണ്ടുപോയാണ് അരിയാക്കി മാറ്റുന്നത്. അതിനുശേഷമാണ് ഇതുപോലെയുള്ള ഗോഡൗണിലേക്ക് സ്റ്റോറേജിന് വേണ്ടി തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി, ഗോതമ്പ്, പച്ചരിയൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് ഇടണേണ്ട. അപ്പോൾ അവിടെ വണ്ടിയിലേക്ക് അരിയും ഗോതമ്പൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കിയിട്ടൊക്കെ വരാം.
അപ്പോൾ ഇവിടെയുള്ള ഓരോ അരിച്ചാക്കിലും ഇതേപോലത്തെ ഒരു സ്ലിപ്പ് കാണാം. +F ലോഗോയും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈ +Fൻ്റെ അർത്ഥം ഫോർട്ടിഫൈഡ് എന്നാണ്. അതായത് സാധാ അരിയിലേക്ക് ഫോർട്ടിഫൈഡ് റൈസ് ആഡ് ചെയ്താണ് ഈ ഓരോ അരിച്ചാക്കും വന്നത്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണത്. നമുക്ക് ആവശ്യമായിട്ടുള്ള അയൺ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ്, പിന്നെ സിങ്ക്, വൈറ്റമിൻ എ ഇതെല്ലാം ആഡ് ചെയ്താണ് ഈ റൈസ് വരുന്നത്. 100 കിലോ സാധാ അരിയിൽ 1 കിലോ ഫോർട്ടിഫൈഡ് റൈസ് എന്ന റേഷ്യോയിലാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ഇത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വണ്ടിയിലിട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് പച്ചരി, ഗോതമ്പ്, കുത്തരിയൊക്കെയാണ്. അപ്പോൾ നമുക്കിനി സാധനം ഇട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇതിപ്പോൾ നമ്മൾ കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കണുണ്ടോ. നമ്മളിപ്പോൾ നേരത്തെ വന്ന വഴിക്ക് ക്രൗൺ പ്ലാസ കണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ലേ മെറിഡിയൻ ഹോട്ടൽ. പാലത്തിൽ വെച്ചൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പം ചെറിയ രീതിയിൽ മഞ്ഞുള്ളതുകൊണ്ട് ഉച്ച സമയമാണെങ്കിലും അധികം ചൂടറിയണില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞുള്ളതുകൊണ്ട് ദൂരെ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് മങ്ങിയിരിക്കണമായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതേ നമ്മൾ സ്ഥലത്തെത്തിയിട്ടാ തിരിച്ച്. അപ്പോൾ നമ്മൾ ഈ കോൺവെൻറ്റിലേക്കാണ് അരി സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ 2 സ്ഥലത്തായിട്ട് അരികളെല്ലാം ഇറക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ ഗുഡ് ബൈ.